ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനെന്നേ നല്ല അടിപൊളി ഒരു മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. കാന്താരി മുളകും പച്ച മാങ്ങയൊക്കെ ചേർത്ത്, അതിനോടൊപ്പം തന്നെ ഒരു 2 സവാള, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പുഴമീൻ കിട്ടിയതാണ്. അത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു പാത്രം കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്ക് റെഡിയാക്കി വെച്ച കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഇതങ്ങോട്ട് റെഡി ആയിട്ട് ഏകദേശം അങ്ങോട്ടൊന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആ കാന്താരി മുളക് ചേർത്ത് കൊടുക്കണേ. അത് ജസ്റ്റ് ഒന്ന് ചതച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവേ. ആ കാന്താരി മുളക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, അപ്പൊ കാന്താരി മുളകാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കും. ഇതെല്ലാം അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ല പച്ചമണം മാറണവര് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. അപ്പൊ ചേർത്ത് കൊടുത്ത പൊടികളിലേക്ക് പച്ചമണം അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് വെച്ച പച്ച മാങ്ങ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെച്ചിട്ട് ആ മാങ്ങയുടെ പുളിപ്പൊക്കെ ചാറിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നവരൊന്ന് തിളപ്പിച്ചങ്ങോട്ട് എടുക്കണം. റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ആ മീനിന്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കാന്താരി മുളകും പച്ച മാങ്ങയൊക്കെ ചേർത്ത് വെച്ച് തയ്യാറാക്കി നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡിയാവും. നല്ല പുഴമീൻ കറി. ഈ മഴക്കാലമൊക്കെ അല്ലേ, പുഴമീനൊക്കെ ഇനിയിപ്പോ അടിപൊളി സുലഭമായിട്ട് അങ്ങോട്ട് കിട്ടുമല്ലോ. ഇതേപോലെ ഒന്ന് കൂട്ടുകാരൊന്ന് വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റിൽ അറിയിക്കാനും മറക്കരുതേ.